ഹലോ, നമുക്കിന്ന് വാഴക്കുടപ്പൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലയിടങ്ങളിൽ വാഴക്കുടപ്പൻ എന്ന് പറയും, ചിലയിടങ്ങളിൽ വാഴക്കൂമ്പെന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞു കേട്ടോ. എന്തായാലും ഞാൻ വാഴക്കുടപ്പൻ എന്നാണ് പറയുന്നത്. ഇത് രാഹുലിൻ്റെ അമ്മ കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത്. അപ്പോൾ വാഴക്കുടപ്പൻ്റെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആദ്യത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ. പിന്നെ നമുക്കവിടെ ഒരു വെള്ള ഇങ്ങനെ കാണാൻ പറ്റും. വെള്ളയെന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ പോലത്തെ കാണാൻ പറ്റും. ആ കാണുമ്പോഴാണ് നമ്മളത് നിർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നിർത്താം കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിത് കറക്റ്റായിട്ട് ചെത്തിയെടുക്കാം. കറക്റ്റായിട്ടല്ല ചെത്തിയെടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ വാഴക്കൂമ്പിന് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഞാൻ ചെത്താൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈരും കൂടെ അല്ലെങ്കിൽ മോര് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് ഇതിലേക്ക് ചെത്തിയിടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കഴിക്കില്ല. പിന്നെ അതുമാത്രമല്ല, വാഴക്കൂമ്പിൻ്റെ അകത്തൊരു കാമ്പ് പോലത്തെ സാധനമുണ്ട്. അതും കൂടെ കൂട്ടി ചെത്തിയിടരുത്. കൂട്ടി ചെത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കും. അപ്പോൾ ചെത്തുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ആ കാമ്പ് കട്ടിയില്ലാത്തതായിരിക്കും. അപ്പോൾ ചെത്തിയിടാം. പക്ഷേ ആ ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും അത് ചെത്തിയിടരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കൊത്തുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൊത്തിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തു കേട്ടോ. കാരണം അച്ഛനാണെങ്കിൽ പെട്ടെന്ന് കൊത്തി നമുക്കിങ്ങനെ തരും കേട്ടോ. അമ്മ എന്ന് പറഞ്ഞാൽ മതി, അച്ഛനത് ചെയ്തിട്ട് കൊണ്ടിങ്ങനെ വയ്ക്കും. അതോർത്ത് പോയി ഞാൻ. കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ കാമ്പില്ലേ, ആ കാമ്പ് ഞാൻ കൊത്തിയിട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഇത് കഴിക്കണതാണോ കഴിക്കാത്തതാണോ എന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. കാരണം അച്ഛൻ ഇത് കമ്പനിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതെന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും ഇതായിരുന്നു മോരിൻ്റെ വെള്ളത്തിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടോ, കറുപ്പ് കളറായിട്ടില്ല നമ്മുടെ വാഴക്കൂമ്പ്. അല്ലെങ്കിൽ വാഴക്കൂമ്പ് ചെത്തി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് കറുത്ത് പോവും. പക്ഷേ ഇത് കറുപ്പ് കളറും ആയിട്ടില്ല. പിന്നെ കഴിക്കൂല്ലെന്നും തോന്നുന്നു. നമുക്ക് എന്തായാലും കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും ഇത് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് പിഴിഞ്ഞെടുക്കാൻ പോട്ടതേ. ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പിഴിഞ്ഞ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിലരൊക്കെ തേങ്ങാപ്പീര ഇങ്ങനെ ഞവടി വെക്കും, ചിലർ മിക്സിയിലിട്ട് അരിച്ച് വെക്കും. ഞവടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമ്മി വെക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. ഞാൻ തേങ്ങാപ്പീര ആദ്യം ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി കുച്ചിതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന ഉഴുന്നുപരിപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി, കുറച്ച് ജീരകം, ഒന്നില്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജീരകം കുറച്ചിങ്ങനെ കൈകൊണ്ട് തിരുമ്മി അല്ലെങ്കിൽ ചതച്ചതോ ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇത് ഇട്ട് കൊടുക്കാൻ പോകട്ടോ. അതും കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ എരിവ് കൂടുതലായി പോവും. പിന്നെ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പൊത്തി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി വാഴക്കൂമ്പ് തോരൻ റെഡി ആയി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഉപ്പിടാൻ മറന്നു പോരുത് കേട്ടോ. ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ കറിക്ക് ടേസ്റ്റ് ഇല്ല. ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനത് പൊത്തി വയ്ക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചു കേട്ടോ ഞാൻ. അപ്പോൾ കുറച്ച് നേരം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാനൊന്ന് ഇളക്കിയിട്ട് കൂടുതലായിട്ട് പൊത്തി വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിന്ന് നോക്കണം എൻ്റെ പൊന്ന് സാറേ, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഇനി ഒന്നും കിട്ടാനില്ല. എനിക്ക് ഈ ലോകത്തേക്ക് വെച്ച ഏറ്റവും സ്വാദിഷ്ടമായ ഫുഡാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞാൻ 3 വർഷമായി വാഴക്കൂമ്പ് തോരനൊക്കെ കഴിച്ചിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഇനി ഞാനൊരു നല്ല പാനിലേട്ടല്ല കേട്ടോ, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. കുറച്ച് വെള്ളിക്കെട്ടുകളും നാക്കുപിഴവുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാഴക്കൂമ്പ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവില്ല ഇഷ്ടം പോലെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്തിരി ചെമ്മീൻ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ, ഉണക്ക ചെമ്മീൻ. അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രമേ എനിക്ക് മിസ്സായുള്ളൂ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.